ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി സോയ വെച്ചിട്ടുള്ള ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ സോയ 65 ആണ് കേട്ടോ. അപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവർക്ക് ഉള്ള അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. വലിയ സോയയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം തിളക്കുമ്പോൾ ഇതിലേക്ക് സോയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സോയ ഫുള്ളും ചേർത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചത് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. എന്നിട്ട് ഇതൊന്നൊരു 15 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ സോയയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനായിട്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് തുറന്നതാണ്. അപ്പോൾ സോയൊക്കെ നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഒന്ന് വാർത്തിയെടുക്കണം. എന്നിട്ട് ആ ചൂടുവെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം കഴുകിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2.5 മതി കേട്ടോ. അതല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇത്ര എടുക്കാൻ പാടില്ല, എരിവ് കൂടി പോവും. പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂണ് നല്ല ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂണ് സാദാ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വിനീഗറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പായി പോയതാണ്. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതൊന്ന് ലൂസായി എടുക്കാൻ വേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകരുതേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസായി പോയാൽ സോയയിൽ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അതാണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ സോയ തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ടത് കാരണം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ സോയ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നാൽ തന്നെ ആ സോയിലൊക്കെ പിടിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ സ്പൂണ് കൊണ്ടൊന്ന് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു പാനിലേക്ക് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് സോയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അടിഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയാൽ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു പകുതി ഫ്രൈ ആയ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്നും നമുക്ക് 2 ഭാഗവും നല്ലവണ്ണം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവരുത് കേട്ടോ. അപ്പോൾ ആ സോയയുടെ ടേസ്റ്റ് തന്നെ മാറും ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ. ഇനി ഇതിലോട്ട് ബാക്കി ഫ്രൈ ചെയ്യാനുള്ള സോയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം സോയയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ്. എന്നിട്ട് അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ അതിൽ നിന്ന് ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5 വെളുത്തുള്ളി ഞാനിതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായി കളർ മാറി തുടങ്ങിയാൽ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ ആ ടൊമാറ്റോ സോസ് എടുത്ത പാത്രത്തിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ ഇതിലോട്ട് സോയ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചിക്കൻ്റെയൊക്കെ അതേ ഒരു ഫ്ലേവറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനിതാ ഇതിലോട്ട് ആ വറുത്തെടുത്ത മുളകുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്